ഭയങ്കര രോഗം എന്തായാലും കഥകൾ ഉണ്ടാക്കാൻ ഡ്രാമ ഉണ്ടാക്കല ജോലി. 24 മണിക്കൂർ ഡ്രാമയാണ് നമ്മളെ എങ്ങാണ്ടാണ്. നമ്മളെങ്ങും അല്ല, എന്റെ വീട്ടിലാണ്, കഥയമന്ദിരത്തിലല്ല, കന്നഡമൊന്നുമല്ല. കഥയമന്ദിരത്തിലല്ല, കന്നഡമൊന്നുമല്ല. എന്താ ഇത് ഡ്രാമയുടെ ഇരിപ്പാ. കണ്ടടത്ത് പോയി കണ്ടടത്ത് നിറങ്ങി എന്നൊക്കെ ഡ്രാമ. പിന്നെയും പോയി വൈഫൈ, പിന്നെയും വൈഫൈ പോയിരിക്കുകയാണ്. അത് ഇനി എടുക്കത്തില്ല അങ്ങനെ. ഇയാളെ ഇനി എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ പല പല രോഗങ്ങളാണ്. എന്തോ ഇത് രോഗം എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇതെന്തോ ഇത് ഞങ്ങള് പൈസ വരുന്ന ഇത് മിക്കപ്പോഴും ഈ ക്രിമിനൽസ് ഇങ്ങനെ ചെയ്യുക, നമ്മുടെ വൈഫൈ കളയുക, ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. നമ്മുടെ ക്യാമറ ഇതുകൊണ്ടേലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നമുണ്ട് എന്തായാലും. ഇതെന്തോ നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇതെന്തോ ശല്യം ഇത്. മുമ്പേ ഒരു കുഴപ്പമില്ലായിരുന്നു, കിട്ടിയതായിരുന്നു, പിന്നെ പോയിരിക്കുന്നത് എന്തുവാ അറിയത്തില്ല. എന്തുവാ ക്വാളിറ്റി കുറവാണോ ഇല്ലയോ എന്നൊക്കെ നോക്കട്ടെ, ഇതാണെന്നൊക്കെ ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. എന്തോ ഇത് നേരത്തെ ഇത് പകലൊക്കെ ഇതൊന്നും എഴുതി കാണിച്ചിലേക്ക് ഇരുന്നല്ലോ, നമ്മുടെ ക്യാമറ പോലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വൈഫൈ. ഇത് അങ്ങനത്തെ അല്ലല്ലോ, ഇത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നതല്ല, നിങ്ങളെ ഒന്നുമല്ല. ഇവന്മാർക്ക് കഥ ഉണ്ടാക്കണം, ഞാൻ ഇവിടെ ഒന്നും അല്ല, വേറെ എങ്ങാണ്ടൊക്കെ അവർക്ക് കഥ ഉണ്ടാക്കണം. അതിങ്ങനെ ഇതാക്കി ഇരിക്കുക. ഇതെന്തോ ശല്യം, മനുഷ്യർക്ക് ജീവിക്കണ്ടായോ ഇതെന്തായാലും ക്രിമിനൽസ് കാരണം. ഇത് നമുക്കറിയാം, ഇങ്ങനെ നമ്മളെ എങ്ങാണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഞാനെപ്പോഴും ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തിട്ട് കഥയമന്ദിരം വൈഫൈ കണക്ഷന് ഇതെല്ലാം എടുത്ത് നമ്മൾ ഫേസ്ബുക്കിനകത്ത് കറക്റ്റായിട്ടിരുന്നുണ്ട് ഞാൻ എവിടെ ഇരിക്കുന്നതെന്നുള്ളതിന്. അപ്പൊ ഇപ്പം വൈഫൈ എന്ന് പറയുന്ന അത്രേ ഉള്ളൂ, കഥയമന്ദിരം ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ഞാൻ ഇവിടെ ഇതൊക്കെ ഉള്ള അങ്ങനെയൊക്കെയാ കഥകൾ ഭയങ്കര. ഇതൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. നാട്ടുകാരൊക്കെ കഥയ്ക്ക് ഇപ്പം ഓരോ അമ്മയെ പറയുന്നത് കേട്ട് നാട്ടുകാർക്കൊക്കെ ഇപ്പൊ അറിയാം കഥകളൊക്കെ. ഇങ്ങനെ എന്നെ കുറിച്ച് കഥ ഉണ്ടാക്കുന്നതിനുണ്ടോ. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇവിടെ വേറെ ആരൊക്കെ വരുന്നത് കഥ, അങ്ങനെ പല പല കഥകളായി ഇവന്മാർക്ക്. എല്ലാവരും നാട്ടുകാർക്ക് അറിയണം. ഇത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. എന്തായാലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായേക്കുക. ഞങ്ങൾക്ക് 3 ക്യാമറ, ഞാൻ 1.5 GB ആണ് നമ്മുടെ വല്ലാത്തത്. ഡൽഹിയിലൊക്കെ ഒരു ഏതെങ്കിലും കാരണത്താൽ വൈഫൈ ഇല്ലെങ്കിൽ നമ്മൾ ഈ 1.5 GB വെച്ച് എന്തുമാത്രം ഡൗൺലോഡ് ചെയ്യും. ഫുള്ള് ഡൗൺലോഡ് ചെയ്തായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതൊന്നും ഇപ്പം യൂസ് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ ഇന്റർഫിയറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെല്ലാം വീക്കാക്കുക, സിഗ്നൽ വീക്കാക്കി വെക്കുക. എന്തൊരു ശല്യമാണ് ഇത്. ഈ ടെക്നോളജി ഒക്കെ നമുക്കറിയാം, ഇവന്മാർ ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്താ ഇതൊക്കെ ചെയ്യുന്നത്. എന്തുമായിട്ട് വലിയ ശല്യം. നിങ്ങൾ ഇതിനെതിരെ പരാതി കൊടുക്കണമെന്നോ? നിങ്ങളുടെ വൈഫൈ നിങ്ങളുടെ കസ്റ്റമറിനല്ലയോ ഇത്? ഞങ്ങൾ പൈസ തന്നെ കറക്റ്റായിട്ട് അടയ്ക്കുന്നത്.
ആ നിങ്ങളും കൊടുത്ത് ഞങ്ങളും കസ്റ്റമർ ഇല്ലയോ നിങ്ങളുടെ വൈഫൈ എടുക്കും നിങ്ങൾ പേര് കൊടുത്ത് ഞങ്ങൾ വേണ്ടി തരാം. ഞങ്ങളുടെ വീട്ടിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന ഇതിന് ക്യാമറയ്ക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നത് അല്ല ചുമ്മാ കാണാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ SD കാർഡ് കറക്റ്റ് അങ്ങനെ പല പേരാണ് ആ കയ്യിലുള്ളത് ക്യാമറ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ. പിന്നെ നമ്മൾ പോയി പുതിയ SD കാർഡ് വാങ്ങിച്ചിട്ട് എന്നിട്ട് ആ SD കാർഡ് 500 രൂപ കൊടുത്താൽ നിങ്ങൾ പറഞ്ഞിട്ട് 500 പറയുന്നതാണ് ഇവിടെ വെച്ചിട്ട് അവൻ SD കാർഡിന്റെ കാര്യമൊന്നും നോക്കാതെ അവൻ ചുമ്മാ ക്യാമറയെ മാറ്റി വെച്ചിട്ട് ക്യാമറയ്ക്ക് ഒരു കുഴപ്പമില്ലായെന്ന് പറഞ്ഞിട്ട് പോയി. SD കാർഡ് ഞാൻ പറഞ്ഞത് ഫോർമാറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ അവനൊന്നും ഇതാക്കില്ല, തൊടുക പോലും ചെയ്തില്ല. ആ SD കാർഡിന് ഒരു കുഴപ്പമില്ല, അതൊന്നും ഇല്ല. അങ്ങനെ എന്നിട്ട് എന്നെ പറയുന്ന SD കാർഡ് കറക്റ്റ് ആണെന്ന് എന്ത് അതൊന്നും പറയാൻ പോയിരിക്കായിരുന്നു. പിന്നെ ഞാൻ മാവേലിക്ക് എന്റെ ക്യാമറയായിട്ട് പോയി ആ കടക്കാരോട് പറഞ്ഞാൽ അവര് മാറിയിട്ട് തന്നു, കറക്റ്റ് ആക്കി തന്നു. ഇങ്ങനെ കള്ളത്തരങ്ങൾ നടക്കുക നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാം ഇത് പറഞ്ഞില്ലാത്ത പല രീതിയിൽ ഇവന്മാർക്ക് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. എന്തായാലും മനുഷ്യർക്ക് ഇതിനൊക്കെ ആരാ നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ഇന്നലെ നമ്മുടെ മന്ദിരത്തിൽ അവിടെ നിന്ന് ഒരുത്തൻ ഈ പ്രധാനമന്ത്രി സോമയാജൻ പറയുന്നത് എല്ലാവരും കേട്ട് വരും. കള്ളക്കഥ നമ്മളെ കുറിച്ച് ഉണ്ടാക്കുന്നത് തെളിവായിരിക്കും നമ്മളെ കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കുന്നുള്ളത്. ഇവിടെ വന്നതായിരുന്നു കുറച്ച് മുമ്പ്. നിങ്ങളെ വിളിച്ചില്ലയോ? നിങ്ങളെ 9:29 ആയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്റെ ഈ തെളിവുണ്ട് 9:32 സർവേമന്ദിരം എന്നുള്ള ഇത് വന്ന് ഞാൻ ആക്സസ് ചെയ്യുകയും ചെയ്തതാ. ഇപ്പൊ പിന്നെ ഉണ്ട് ഇങ്ങനെ ഇതാക്കുക. നമ്മുടെ വേദനയാ, പലതും വേദനയാ. നമ്മുടെ അടുക്കളവശത്തോട്ട് പോയാൽ നമ്മൾ അവിടെ കൂടെ ഏതാണ്ട് പോകുന്നത്. അങ്ങനെ പല പല കഥകളിലേക്ക് നമ്മുടെ ഗേറ്റിൽ അവിടെ പോയാൽ അതുവഴി പോയി എന്തെല്ലാം കള്ളക്കഥകൾ ഇവന്മാർ ഉണ്ടാക്കുന്നതെന്നറിയോ? മനുഷ്യരങ്ങനെയാണോ?